നമസ്കാരം. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് പാർട്ടി വിട്ടുപോകേണ്ടി വന്ന മനു എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ CPM-ൽ ആകെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. മനു CPM എന്ന സംഘടനയ്ക്ക് പുറത്തേക്ക് പോയത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നില്ല. എന്നാൽ മനു ഈ സംഘടനയിൽ നിന്നും പുറത്തു പോയതിൻ്റെ അടുത്ത ദിവസം തന്നെ കണ്ണൂരിലെ CPM-ന്റെ ഗർജിക്കുന്ന സിംഹമായ P. ജയരാജൻ ഒരു FB പോസ്റ്റ് ഇടുകയുണ്ടായി. ഈ പോസ്റ്റിൽ മനുവിനെ അതിനിശിതമായി വിമർശിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു P. ജയരാജൻ വാരി അലക്കിയത്. പാർട്ടി വിട്ടുപോകുന്ന പ്രവർത്തകർ പിന്നീട് പാർട്ടിയെ കരിവാരി തേക്കുന്നു, പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു. ഇത് ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല, അതിനെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്നൊക്കെ തരത്തിലുള്ള പോസ്റ്റായിരുന്നു P. ജയരാജൻ ഇട്ടത്. ഇത് മനു തോമസിനെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും ഇതിനൊരു മറുപടി എന്ന രീതിയിൽ മനു തോമസ് ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ജയരാജനെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത വലിയൊരു തിരിച്ചടിയുടെ രൂപത്തിലാണ് വന്നത്. പാർട്ടിയിലുള്ള ചില സമുന്നതരായ നേതാക്കൾ, സീനിയറായ നേതാക്കൾ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട്, ചില കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെയും തൻ്റെ മക്കളുടെയും ബിസിനസ് സാമ്രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പടുത്തുയർത്തുവാൻ വേണ്ടി പണിപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയാൻ എനിക്കറിയാം. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ സ്വർണം പൊട്ടിക്കൽ മുതലായ കണ്ണൂരിലെ വിവിധ പ്രസ്ഥാനങ്ങൾക്ക് ആരാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് എനിക്കറിയാം, അത് ഞാൻ പറയാം. കണ്ണൂരിൽ നടന്നിട്ടുള്ള കൊട്ടേഷൻ കൊലപാതകങ്ങളെല്ലാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ കൊട്ടേഷൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് കണ്ടെത്താനാകും, ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനാവും. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അഥവാ അത്തരത്തിലേക്ക് ഒരു ചർച്ച നീണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊക്കെ തരത്തിലുള്ള അർത്ഥത്തിലാണ് മനു ഒരു പോസ്റ്റ് ഇട്ടത്. മനുവിൻ്റെ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും P. ജയരാജൻ്റെ ചങ്കിൽ ചെന്ന് തറയ്ക്കുന്ന കൂരമ്പുകൾ തന്നെയായിരുന്നു. P. ജയരാജൻ്റെ വിദേശത്തുള്ള മകനു വേണ്ടി ഇവിടുത്തെ ചില കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് P. ജയരാജൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വഴിവിട്ട പല പ്രവർത്തനങ്ങളും നടത്തി എന്ന് തന്നെയാണ് മനു വിശദീകരിച്ചു പോകുന്നത് തൻ്റെ പോസ്റ്റിൽ. കൂടുതൽ ഇതിൻ്റെ വിവരങ്ങളെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത് എന്ന് തന്നെയാണ് മനു പറഞ്ഞത്. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ ഞാൻ തിരുത്താൻ ആവുന്നതും ശ്രമിച്ചു, പക്ഷേ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ സ്വയം തിരുത്തുകയായിരുന്നു എന്നാണ് മനു പറഞ്ഞത്. പാർട്ടിയെ തിരുത്തുവാൻ എനിക്ക് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഒരു ഘട്ടത്തിലാണ് എന്നെ സ്വയം തിരുത്താൻ എനിക്ക് സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പാർട്ടിയുടെ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പുറത്തു പോയത് എന്നാണ് മനു തോമസ് പറഞ്ഞത്. എന്നാൽ മനു തോമസ് പാർട്ടി വിട്ടുപോയതിൻ്റെ പിറ്റേ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MP ജയരാജൻ്റെ കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നു. മനുവിനെ ആരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ല, മനു പാർട്ടിയിൽ നിന്നും തന്നെ പുറത്തു പോയതാണ് എന്നുള്ളതാണ്. DYFI എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന, അതുപോലെ CPM-ൽ പല ഉന്നത പദവികളും വഹിച്ചിരുന്ന മനുവിനെ പോലെ ഒരാൾ പാർട്ടി വിട്ട് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ, അതും സ്വന്തം താല്പര്യപ്രകാരം പാർട്ടി വിട്ട് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ഉള്ളതായി തന്നെയാണ് ഇപ്പോൾ കേരള CPM മൊത്തം വിലയിരുത്തുന്നത്. ഇതിന് തിരിച്ചടി എന്നോണം തന്നെ, അല്ലെങ്കിൽ ഇതിനൊരു വിശദീകരണം തന്നെ എന്നോണം തന്നെയാണ് മനുവിൻ്റെ FB കുറിപ്പും ഇറങ്ങിയിട്ടുള്ളത്. നാളിതുവരെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളും അസ്വാഭാവികമായ പ്രവർത്തനങ്ങളും, അതും മുതിർന്ന നേതാക്കളുടെ വരെ അസ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്കെതിരെ താൻ ശബ്ദമുയർത്തിയിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പോരാ, സാധാരണക്കാരിൽ നിന്നും അകന്നു പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ആശയ ആദർശങ്ങൾക്കും അനുസൃതമായി നേതാക്കൾക്ക് പെരുമാറാൻ സാധിക്കണം. അണികളിൽ വിശ്വാസയോഗ്യ രീതിയിലുള്ള പ്രവർത്തനം എത്തിക്കാനാവണം, അണികളെ കൂടെ നിർത്താനാവണം. ഇതിൽ നിന്നെല്ലാം പാർട്ടി അകന്നു പോകുന്നു. നേതാക്കൾ സ്വന്തമായ രീതിയിൽ പണസമ്പാദനത്തിനുള്ള മാർഗമായി പാർട്ടിയെ കാണുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പോഴാണ് മനു തോമസ് പലരെയും തിരുത്തുവാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ആരും സ്വയം തിരുത്താൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തം തിരുത്തി പുറത്തു പോകുന്നത് എന്ന് മനു തോമസ് പറഞ്ഞത്. അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി മുതലായ ജയിലിൽ കഴിയുന്ന കുറ്റവാളികളും ഒരുമിച്ച് ജയരാജൻ ചില കൊട്ടേഷൻ പണികൾ നടത്തുന്നു. സ്വർണ്ണ കള്ളക്കടത്ത് പോലുള്ള, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ പോലുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ് മനു തോമസ് ഉയർത്തുന്നതിന് പുറകിൽ ഉള്ളത്. ഇത് തിരിച്ചറിഞ്ഞ ജയരാജൻ തന്നെയാണ് ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ, ഒരു മുൻകൂർ വെടി എന്ന രീതിയിൽ മനുവിനെതിരെ FB പോസ്റ്റ് ഇട്ടത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനു ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്.
എന്തായാലും കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ മുതലായ കാര്യങ്ങളിൽ ഷാജിർ എന്ന ആൾക്കെതിരെ പാർട്ടിയുടെ വിമർശനങ്ങളും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും ചെന്നെത്തുമ്പോൾ അതിനെല്ലാം തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അതിനെയെല്ലാം തടയുന്ന രീതിയിൽ തന്നെയായിരുന്നു പി ജയരാജന്റെ പ്രവർത്തനങ്ങൾ എന്നാണ് മനു തുറന്നടിച്ചിരിക്കുന്നത്. ഇത് ഇവരുമായി ബന്ധപ്പെട്ട് പി ജയരാജന് ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ്. വിദേശത്തുള്ള മകന്റെ ഉന്നമനത്തിന് വേണ്ടി, മകന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് വേണ്ടി കോപ്പി ബിസിനസ്സുകൾ എത്ര എണ്ണമാണ് പി ജയരാജൻ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനു തൻ്റെ FB പേജിൽ തുറന്നടിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും നൽകാൻ സാധിക്കും, കൂടുതൽ പ്രകോപിപ്പിക്കരുത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് മനു പറഞ്ഞു വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്ന ഷാജിറിനെ കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഷാജിറിനെ വെള്ള പൂശുവാൻ വേണ്ടി പി ജയരാജനും സംഘവും ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് മനു ചോദിക്കുന്നത്. അതായത് ഈ സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്ത് മുതലായ കൊട്ടേഷൻ പണികൾക്കെല്ലാം തന്നെ കണ്ണൂരിലെ സമുന്നത നേതാവായ പി ജയരാജന് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനു പറഞ്ഞു വയ്ക്കുന്നത്. തനിക്ക് പണിയെടുത്ത് തിന്നുവാനാണ് താല്പര്യം എന്നുകൂടി മനു പറഞ്ഞു വയ്ക്കുന്നു. ഇതിൽ കൃത്യമായി പി ജയരാജന് എതിരെയുള്ള ഒളിയമ്പ് തന്നെയാണ്. കാരണം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്ക് മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കച്ചവടങ്ങളോ ഒന്നും പാടില്ല എന്നാണ് പാർട്ടിയുടെ ഒരു നിയമം എന്ന് പി ജയരാജൻ പറയുകയുണ്ടായി. ഇതിന് തിരിച്ചടിയായി തന്നെ മനു ജയരാജനോട് ചോദിക്കുന്നുണ്ടായി, മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളൊരു സിദ്ധാന്തം നിങ്ങൾ മാറ്റണം ജയരാജൻ. കാരണം മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന നേതാക്കളുടെ കുടുംബം എങ്ങനെ കഴിയും? അങ്ങനെ വരുമ്പോൾ അവർ അഴിമതിയിലേക്ക് ചെന്ന് ചാടും. പകരം ജോലിയും പാർട്ടിയുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇവർ പ്രാപ്തരാക്കണം. അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശമാണ് CPM അണികൾക്ക് കൊടുക്കേണ്ടത് എന്നുകൂടി ജയരാജന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്ന പോലെ തന്നെയാണ് മനു തുറന്നടിച്ചത്. അതായത് യാതൊരു ജോലിയുമില്ലാതെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായി നടക്കുന്നവൻ വരുമാനത്തിന് വേണ്ടി വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കും, അഴിമതി നടത്തും എന്ന് തന്നെയാണ് മനു സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് കണ്ണൂരിലെ ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാരുടെ കോടികളുടെ സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് മനു ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും തനിക്കെതിരെ മനു ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ പോലീസിൽ പരാതി കൊടുക്കും. മനു നിയമ നടപടികൾക്ക് വിധേയനാവേണ്ടി വരും എന്ന് തന്നെ ജയരാജന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരിക്കുന്നു. അതെന്ത് തന്നെയായാലും താൻ നിയമപരമായ നടപടികൾ നേരിടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ തനിക്കുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് താൻ തീർത്തും ബോധവാനാണ് എന്നുള്ളത് മനുവും തിരിച്ചടിക്കുന്നു. പാർട്ടിക്കെതിരെ നിന്നിട്ടുള്ള, പാർട്ടി നേതാക്കൾക്കെതിരെ നിന്നിട്ടുള്ള ആളുകളെ വെട്ടി ഒതുക്കി ശീലമുള്ള ഈ പാർട്ടിയിൽ നിന്നും ഇനി മനുവിനെതിരെ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങൾ, നടപടികൾ എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് കണ്ണൂർ നിവാസികളും. എന്നാൽ കണ്ണൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് CPMന്റെ സംസ്ഥാന നേതൃത്വം കൂടുതലായി ഒന്നും ഇടപെട്ട് സംസാരിക്കുന്നില്ല. കണ്ണൂരിൽ എന്നല്ല, കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂരിലും പിണറായി വിജയന്റെ കാൽച്ചുവട്ടിൽ മണ്ണിളകി പോകുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് പാർട്ടിയിൽ ഒറ്റപ്പെടുവാനായി പിണറായി വിജയൻ ശ്രമിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പാർട്ടിയിൽ ഇപ്പോൾ, പ്രത്യേകിച്ച് കണ്ണൂരിൽ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന്, ഈ പൊട്ടിത്തെറിയിൽ നിന്നും പാർട്ടിയെ ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റിപ്പോർട്ടർ ചാനലിന്റെ ചീഫ് എഡിറ്ററായിരുന്ന നികേഷ് കുമാറിനെ അതിൽ നിന്നും, റിപ്പോർട്ടറിൽ നിന്നും രാജിവയ്പ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടി പുനഃസംഘടനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിക്കിടയിൽ പ്രവർത്തിക്കാനോ വേണ്ടി മുഴുവൻ സമയം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. നികേഷ് കുമാർ ഇനി കണ്ണൂരിൽ വന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ നികേഷ് കുമാറിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് CPMന്റെ സമന്നതരായ അണികളെല്ലാം മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ അതിവിദൂരമല്ലാത്ത രീതിയിൽ CPMൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പൊട്ടിത്തെറിയിൽ ആരൊക്കെ തെറിക്കും, ആരൊക്കെ നിലനിൽക്കും എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.